ഷാൾ അണിയിച്ച് അഭിനന്ദനങ്ങൾ അറിയിക്കുകയുണ്ടായി. അതെന്തായാലും നന്നായി സ്വാമി. 10 വർഷത്തിന് ശേഷം ഒരു മാറ്റം വന്നതല്ലേ. അപ്പോൾ ഒരു പുതിയ മുഖ്യമന്ത്രിക്ക് വരുമ്പോൾ ഒരു ഷാളൊക്കെ അണിയിച്ച് സ്വീകരിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ പൗരന്മാരുടെ ഒരു കടമയല്ലേ. ആയിക്കോട്ടെ, പിന്നെന്താ ഉണ്ടായത്? അതോടൊപ്പം ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ മഠത്തിൻ്റെ ഒരാഗ്രഹം സമർപ്പിക്കുകയും ചെയ്തു. അതെന്തായാലും നന്നായി സ്വാമി. മഠത്തിൻ്റെ ഒരു ആഗ്രഹമല്ലേ, അതിനി വരാൻ പോകുന്ന ഒരു മുഖ്യമന്ത്രിയുടെ മുമ്പിൽ പറയേണ്ട കാര്യം അത്യാവശ്യമാണ്. എന്നിട്ട് നമ്മുടെ ആവശ്യം എന്തായിരുന്നു അതും കൂടെ ഒന്ന് നമുക്ക് അറിഞ്ഞാൽ നന്നായിരുന്നു. കേൾക്കട്ടെ. അത് മറ്റൊന്നുമല്ല, ശിവഗിരി മഠവുമായി ശ്രീനാരായണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു 9 പേര് ജയിച്ചു വന്നിട്ടുണ്ട്. ആണോ? ഓ, അത് ശരി. ഈ ജയിച്ചു വന്നവരൊക്കെ മഠവുമായി ബന്ധപ്പെട്ടവരാണ്. അപ്പൊ അവര് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായിരുന്നില്ലേ സ്വാമി? നമ്മുടെ ഈ മഠവുമായി ബന്ധപ്പെട്ട ആൾക്കാർ മത്സരിക്കുകയായിരുന്നു. പക്ഷെ തെരഞ്ഞെടുപ്പ് കാലത്തൊന്നും അങ്ങനെ എവിടെയും പറഞ്ഞു കേട്ടില്ലല്ലോ. എല്ലാവരും UDF അല്ലെങ്കിൽ LDF അല്ലെങ്കിൽ BJP, NDA, മാർക്സിസ്റ്റ് പാർട്ടി, കോൺഗ്രസ്, കേരള കോൺഗ്രസ് എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിരുന്നത്. അപ്പോൾ ഈ മഠത്തിൻ്റെ പ്രതിനിധികളായിട്ടും 9 പേര്, അതിൽ കൂടുതൽ മത്സരിച്ചിട്ടുണ്ടാവില്ല. കാരണം മിക്കവാറും ഒക്കെ ഈ കോൺഗ്രസിൻ്റെ ആൾക്കാരാണ് ജയിച്ചിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ശരി, എനിക്ക് മൊത്തത്തിലൊരു കൺഫ്യൂഷൻ. എന്തായാലും 9 പേര് ജയിച്ചു വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കേൾക്കുന്നതിൽ വളരെ സന്തോഷം. ജയം എന്ന് കേൾക്കുന്നത് എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമല്ലേ. അതും 10 കൊല്ലം കഴിഞ്ഞിട്ട് ജയം കിട്ടുന്ന ഒരു മുന്നണിയാണ്. അതിൽ 9 പേര് എന്തായാലും ജയിച്ചിട്ടുണ്ട്. അവർ മഠവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണെന്ന് പറയുമ്പോൾ അവർ സ്വാമിമാരാണോ ഇനി മഠത്തിൽ എന്താണ്? ആയിക്കോട്ടെ, മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. സ്വാമി പറഞ്ഞോളൂ. ആ 9 പേരിൽ നിന്നും കേരളകൗമുദി എഡിറ്റോറിയൽ എഴുതിയിരുന്നു ഒരു 6 പേരെയെങ്കിലും മന്ത്രിമാരാക്കണം. അത് നന്നായി. കേരള കൗമുദി പത്രമാണോ സ്വാമി UDFന്റെ മന്ത്രിമാരെ നിശ്ചയിക്കുന്നത്? അതൊരു പുതിയ അറിവാണല്ലോ. ഈ പത്രങ്ങളൊക്കെ ഈ എല്ലാ മാധ്യമങ്ങളുണ്ടാവും, മനോരമ, മാതൃഭൂമി, അതുപോലെ എന്തായാലും UDFനോട് അടുത്ത് നിൽക്കുന്ന ഒരുപാട് പത്രങ്ങളൊക്കെ ഉണ്ടാവും. അവർ ജയിച്ച് കണ്ടതിൽ ആനന്ദ നൃത്തമാടുന്നവരും ആവേശം കൊള്ളുന്ന മാധ്യമങ്ങൾ ധാരാളം ഉണ്ടാവും. ഏഷ്യാനെറ്റ്, എന്തായാലും അവരൊക്കെ ഈ കഴിഞ്ഞ കുറേ കാലമായിട്ട് UDFനെ തിരികെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചിരുന്ന മാധ്യമ വിഭാഗങ്ങളാണ്. അവരൊക്കെ ഈ മന്ത്രിമാരെ ഇന്നവരായിക്കൊള്ളണം എന്നൊക്കെ പറയുന്നത് അതൊരു വല്ലാത്ത കടുപ്പം തന്നെ. എന്തായാലും അത് അവർ പറഞ്ഞു പോയി. അതിലിപ്പോൾ സ്വാമിക്ക് എന്താ വിഷമം എനിക്ക് മനസ്സിലായില്ല. പറയൂ. ഞങ്ങൾ അതിൽ നിന്നും വേണ്ട യോഗ്യതയുള്ള 3-4 പേരെയെങ്കിലും മന്ത്രിമാരാക്കിയിരിക്കണം. അതാണ് ശിവഗിരി മഠത്തിൻ്റെ ആവശ്യം എന്ന് ബഹുമാനപ്പെട്ട നിയുക്ത മുഖ്യമന്ത്രിയെ അറിയിക്കുകയുണ്ടായി. അപ്പം അത് വെടിപ്പായി. ഇപ്പൊ മനസ്സിലിരിപ്പ് പുറത്തു വന്നു. ആദ്യം കേരള കൗമുദി പത്രത്തിനെ കൊണ്ട് എഡിറ്റോറിയൽ എഴുതിപ്പിച്ച് 9-ൽ 6 മന്ത്രിമാരുടെ പേര് പറയിപ്പിച്ചു. ഇനി അതിൽ നിന്ന് ആറ്റി കുറുക്കിയിട്ട് ഒരു 4 പേരെയെങ്കിലും മന്ത്രിമാരും കൂടെ ആക്കണം. ആദ്യം MLA-മാരാക്കണം എന്ന് പറഞ്ഞു, പിന്നീട് ഇപ്പം മന്ത്രിമാരാക്കണം എന്നും കൂടെ നമ്മുടെ മഠം പറഞ്ഞു എന്നല്ലേ സ്വാമി പറഞ്ഞു വരുന്നത്. ഗംഭീരമായിട്ടുണ്ട്. ഇതൊക്കെ മലയാളികൾക്ക് കുറേ പേർക്കെങ്കിലും അറിയായിരുന്നു. പക്ഷെ മഹാഭൂരിപക്ഷം വരുന്ന ഈ മണ്ടന്മാർ എന്നൊക്കെ പറയുന്നത് മഹാമോശമാവുമല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. വെറുതെ ഒരു മാറ്റം ആഗ്രഹിച്ച കുറേ പേരുണ്ടായിരുന്നു. മതേതരം ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും അവരൊക്കെ വോട്ട് ചെയ്തത്. മതേതര കേരളം വിജയിച്ച് നിൽക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ 102 സീറ്റ് കൊടുത്ത് UDFനെ അധികാരത്തിൽ കൊണ്ടുവന്നത്. കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ മതേതര കേരളം അങ്ങ് പരാജയപ്പെട്ട് നിൽക്കുകയായിരുന്നു. കാരണം നമുക്കറിയാലോ, ഈ സ്വാമിമാരൊക്കെ 10 വർഷം അങ്ങനെ മാളത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ഇപ്പം അവസരം വന്നിരിക്കുന്നു. എല്ലാവരും തല നീട്ടി പുറത്തേക്ക് വന്നിരിക്കുന്നു. മന്ത്രിമാരിന്നവരാവണം, ബോർഡ് ചെയർമാൻമാരിന്നാവണം, ആ വകുപ്പിന്നതാവണം എന്നൊക്കെ ഓരോരുത്തരായി പറഞ്ഞു തുടങ്ങിയതിൻ്റെ ലക്ഷണമാണ്. നമുക്കൊന്നേ പറയാനുള്ളൂ, മലയാളി അനുഭവിച്ചേ പറ്റൂ അടുത്ത 5 കൊല്ലം എന്നുള്ള കാര്യത്തിൽ. എന്നാലും കുറച്ച് കാര്യങ്ങളും കൂടെ സ്വാമി പിന്നെയും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. നമുക്കതും കൂടെ സ്വാമി പറഞ്ഞതൊന്ന് കേട്ടു നോക്കാം. സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ നേരത്തെ ഒരു പട്ടിക നേരത്തെ അങ്ങ് മുന്നോട്ട് വച്ചിരുന്നു. ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട വന്നതിൽ തന്നെ ഭൂരിപക്ഷം അത് ഞാൻ മാത്രമല്ല, ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റും ഖജാൻജിയും, അത് സന്യാസംഘത്തിന്റെ പൊതുവേ ഉള്ള തീരുമാനമാണ്. അപ്പൊ ഇതും കൂടെ കേട്ടപ്പോ ജോറായി. ഇത് കേരളം കേട്ട് ഞെട്ടരുത് കേട്ടോ.
AICC ഹൈക്കമാൻഡും ഒന്നും തീരുമാനിച്ച പട്ടികയല്ല ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പട്ടിക എന്ന് ഈ സ്വാമി പറഞ്ഞല്ലോ. ഇപ്പോഴെങ്കിലും പറഞ്ഞല്ലോ, റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ധൈര്യമായിട്ട് പറയാലോ. അതിനു മുമ്പായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ മതേതര കേരളം ഒന്ന് മാറി ചിന്തിച്ചേനെ. അതിന് അവസരം കിട്ടിയില്ല. എന്തായാലും നല്ല ജോറായിരിക്കുന്നു കാര്യങ്ങൾ. പിണറായി 10 വർഷം ഇവിടെ ഭരിച്ചു. അദ്ദേഹം ചിലപ്പോൾ ചൂടായി കാണും, ചിലപ്പോൾ വാക്കുകൾ ഒരല്പം മോശമായി പറഞ്ഞു കാണും. പക്ഷെ അന്നൊന്നും ഈ മതേതര കേരളത്തിന് വലിയ പോറലൊന്നും പറ്റിയിരുന്നില്ല. ഒരു മതവർഗീയ ശക്തികളും ഇവിടെ തലപൊക്കിയിരുന്നില്ല. പക്ഷെ ഇനി ഇതാ വരുന്നു, നിരങ്ങാൻ പോകില്ല എന്ന് പറഞ്ഞ ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി. അദ്ദേഹം എന്ത് നിരങ്ങുന്നതാണ് ഈ കാണുന്നത് എന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർ നിശ്ചയിക്കട്ടെ. പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. കേരളത്തിന് നല്ലത് വരട്ടെ എന്നല്ലാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. പല കോണുകളിൽ നിന്നും പലതരത്തിലുള്ള സംസാരങ്ങളും സംശയങ്ങളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വീഡിയോ ചെയ്യുന്ന ഈ നിമിഷത്തിലും മന്ത്രിമാരെയൊന്നും ഫൈനലൈസ് ചെയ്തിട്ടില്ല കേട്ടോ. അടുത്ത ദിവസം മുഖ്യമന്ത്രിയും മന്ത്രിസഭയ്ക്ക് അധികാരമേൽക്കേണ്ടതാണ്. വലിയ വലിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കേണ്ടതാണ്. അത് ഏറ്റിയ പൊന്താത്ത വാഗ്ദാനങ്ങളാണെന്ന് നമുക്കറിയാം. പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവാണ് ഉള്ളത് എന്ന് ഈ നിയുക്ത മുഖ്യമന്ത്രി തന്നെ പലതവണ കേരളത്തിനോട് വിളിച്ചു പറഞ്ഞെടുത്ത് കോടിക്കണക്കിന് ലയബിലിറ്റി വരുന്ന, വലിയ ബാധ്യത വരുന്ന, ഈ മോഹിപ്പിക്കുന്ന വാഗ്ദാനങ്ങളാണ് ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ സമരം തന്നെ മന്ത്രിസഭ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മഹിളാ മോർച്ചക്കാർ KSRTC ബസ് കയറിയിട്ട് 15-ാം തീയതി മുതൽ നിങ്ങൾ നടപ്പിലാക്കുമെന്ന് പറഞ്ഞ ഫ്രീ ടിക്കറ്റ് എവിടെ എന്ന് ചോദിച്ചുകൊണ്ടൊരു സമരം നടത്തി. പാവം പേടിച്ചരണ്ട, ഏതോ കണ്ടക്ടർ സ്വന്തം കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് ടിക്കറ്റ് കൊടുത്ത് അവരെ സമരം വിജയിപ്പിച്ച് അയച്ചു എന്നും ചില വാർത്തകൾ കേൾക്കുന്നു. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, ഇനി വരാൻ പോകുന്ന നാളുകൾ ഇപ്പം തന്നെ പുറമേ നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇടിമുഴക്കം കേൾക്കുന്നുണ്ട് കേട്ടോ. അത് വലിയ കാറ്റും കൂളിളക്കത്തിൻ്റെ ഒരു സിഗ്നൽ പോലെ രാഷ്ട്രീയത്തിൻ്റെ കോളിളക്കം വരാൻ പോകുന്ന നാളുകളായിരിക്കും. വലിയ കാറ്റും കോളുകളായിരിക്കും. വലിയ സമര പരമ്പരകൾ ഇവിടെ അരങ്ങ് തകർക്കും. അതിനൊരു സംശയവുമില്ല. കാരണം പ്രതിപക്ഷത്ത് BJPയും ഇടതുപക്ഷവുമാണ്. പഴയ പോലെ UDF അല്ല. വെറുതെ പോകും, അസംബ്ലി പോകും, ഒരു വാക്കൗട്ട് നടത്തും, എന്നിട്ട് പുറമേ വന്ന് 4 MLAമാർ ഒരു 2 ദിവസം അവിടെ പട്ടിണി കിടക്കും, അടുത്ത ദിവസം എഴുന്നേറ്റ് പോരും. അത്രയും ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഇടയിൽ സതീശൻ നടത്തിയ അതിസമർത്ഥമായ ചില നീക്കങ്ങളുണ്ട്. എവിടെയൊക്കെയാണ് വോട്ട് കിട്ടാനുള്ള ചാൻസ്, എവിടെയൊക്കെയാണ് നഷ്ടപ്പെട്ടത് എന്നൊക്കെ പുള്ളി മനസ്സിലാക്കി വേണ്ടിടത്തൊക്കെ കൈക്രിയ ചെയ്ത് ആ കാര്യം പരിഹരിച്ച് നല്ല കൃത്യമായ ചരട് വലിച്ച് ജനങ്ങളെ കൂടെ നിർത്തി. അങ്ങനെയാണ് പുള്ളിക്ക് ഈ മുഖ്യമന്ത്രി പദം വരെ കിട്ടിയത് എന്നുള്ളത് സത്യം. പക്ഷെ അതിനി പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ, ആ ഭരണചക്രം തിരിച്ചു തുടങ്ങുമ്പോൾ യഥാർത്ഥ സതീശൻ്റെ കഴിവ് എന്താണെന്ന് നമ്മൾ കാണാൻ പോണത്. നല്ലതാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഇതിൽ നമ്മുടെ പ്രേക്ഷകർക്ക് ചിലതൊക്കെ പറയാനുണ്ടാവുമല്ലോ, അതങ്ങ് കമൻറ്റ് ബോക്സിലിട്ടുള്ളൂ കേട്ടോ. നന്ദി, നമസ്കാരം. നമുക്ക് ഇഷ്ടം പോലെ വിഷയങ്ങൾ ഇനി കിട്ടാതിരിക്കില്ല. ഇടതുപക്ഷത്തെ പോലെ ഒന്നും ആവില്ല. അതിനുള്ള എല്ലാ കൂപ്പുകളും ഇവരുണ്ടാക്കിയെടുക്കുന്നുണ്ട്. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ.